ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും Q4 എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ 4 പേര് കൂടിയിട്ടാട്ടോ ഈ യൂട്യൂബ് ചാനൽ നോക്കുന്നത്. അപ്പോൾ 4 പേര് 3 പേരും വർക്ക്ഷോപ്പാണ്. പിന്നെ ഞാനിങ്ങനെ അല്ലറ ചില്ലറ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കട കാട്ടിക്കുളത്ത് ടൗണിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറുകയാണ്. ഇപ്പോൾ വയൽക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ കട വൃത്തിയാക്കുന്നു. കട ഷെഡ് ചെറിയൊരു റൂം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇപ്പുറത്തേക്ക് കൂട്ടിയെടുക്കുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ചെറിയ മുറിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ മുറിയിൽ എന്താ പറയുക, നമ്മുടെ സ്പാനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. ഇപ്പുറത്തിരുന്ന് പണിയെടുക്കാനുള്ള രീതിക്ക് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ രീതിയിലൊന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് വെൽഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഷീറ്റൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങനെ വെച്ചു. പിന്നെ ഇതൊന്നും പണിക്കാരല്ല കേട്ടോ, എല്ലാം ഞങ്ങളുടേതായ കൂട്ടുകാരും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ളവരും ഏട്ടൻ്റെ കൂട്ടുകാർ, മീൻസ് ഏട്ടൻ്റെ പഴയ പാർട്ട്ണറൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയാണ് ഞങ്ങളിതാ ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ ഇത് വരുന്നത്. വയൽക്കരയിൽ നിന്ന് നിങ്ങൾക്ക് വരുവാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ വലിയ സെറ്റപ്പിലൊന്നും അല്ല കേട്ടോ പണിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് അവിടെ നിന്ന് മാറേണ്ടി വന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കയ്യിൽ പൈസ ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു ഷെഡ് അടിച്ചെടുക്കുവാണ്. ചെറിയ ചെറിയ പൈസേൻ്റെ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ ഷീറ്റൊക്കെ പകുതി മുക്കാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ എന്താ പറയണ്ട, അടിയിൽ കോൺക്രീറ്റ് ഇല്ല, വെറും നിലമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെയും കൂടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തെടുത്ത്. ഈ സ്ഥലം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. തൊട്ടടുത്ത് കൂടെ തന്നെ ഒരു ചെറിയ തോടൊഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കുറച്ച് കാപ്പി, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസം ഇവിടെ കാണാൻ. ഞങ്ങളിത് മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ഇതിൻ്റെ പണിയൊന്ന് കഴിയട്ടെ, കടേൻ്റെ പണിയൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മൊത്തത്തിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, ഇത് വരുന്നത് വയൽക്കരയിലാണ്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് വരുന്നത് ബൈക്ക് സ്പോട്ട് എന്നാണ്. 2 വീലറിൻ്റെ എല്ലാ പണികളും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും വേണം. വയനാട് കാണാൻ വരുന്ന 2 വീലറിൽ വരുന്ന ഒത്തിരി ആൾക്കാരില്ലേ, അവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ തുടങ്ങുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പണി കിട്ടിയിട്ട് ഇനി ഇവിടെ പണി കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഞങ്ങൾക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൂട്ടിയെടുത്തത് കൊണ്ട് അടി ഫുള്ള് മണ്ണാണ്, വെറും നിലമാണ്. അപ്പോൾ ആ നിലത്ത് വെച്ച് നമുക്കൊന്നും പണിയെടുക്കാനൊന്നും പറ്റില്ല. പെട്ടെന്നൊരു വെള്ളം വന്നാൽ തന്നെ ഫുൾ അളിവിളിയാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കോൺക്രീറ്റ് ഇടാമെന്ന് വെച്ചു. അങ്ങനെ എല്ലാവരും കൂടെ കോൺക്രീറ്റ് ഇടുവാണ്. നിലം ഫുള്ള് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയാണ്. അച്ഛനെ നമ്മൾ എടുക്കുന്ന കണ്ടപ്പോ പതുക്കെ വന്നു. ഫേമസ് ആയാലും നല്ല ആവേശം പിടിച്ച്. മണ്ണല്ലേ. ആരും ഈ പണി കൃത്യമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ കട മാറുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട മാറുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, പൈസേൻ്റെ കുറവുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങൾ വലിയ പൈസയ്ക്കൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ പൈസയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതായ ബുദ്ധിമുട്ട്, വണ്ടിക്കൂലീൻ്റെ പ്രശ്നം അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചു, അവർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയടിക്ക് ഞങ്ങളെല്ലാവരും കൂടെ സെറ്റാക്കിയതാണ്. ചിലപ്പോൾ ഇതിനകത്ത് മണൽ കുറവുണ്ടാവാം, സിമെൻറ്റ് കുറവുണ്ടാവാം, ഒന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ധൈര്യത്തിൽ അങ്ങ് ചെയ്യുന്നു. എല്ലാവരും കൂടെ ആയപ്പോൾ ഒരു സന്തോഷം.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു വീഡിയോയിൽ കൊള്ളിക്കുന്നത് നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. പക്ഷെ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വയൽക്കരയിലാണ് സ്പോട്ട് വരുന്നത്. വർക്ക്ഷോപ്പിൻ്റെ പേര് ബൈക്ക് സ്പോട്ട് എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും കൊടുക്കണം. ഓക്കെ, ബൈ.